അപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അൺസർട്ടിനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു അൺസർട്ടിനിറ്റി കേസാണ്, എനർജി ടൈം. അതിൻ്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ ഇൻ എനർജി ആൻഡ് ടൈം, അതാണ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കൺസിഡർ ചെയ്യാണ്. ഒരു ഡെൽറ്റ ടി ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. We consider the electromagnetic radiation in an atomic spectrum in a time interval delta t. ഓക്കെ, അവിടെ എനർജി ഇ, അതിൻ്റെ എനർജി, ആ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി ഇ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിനെയാണ്, ആ ഒരു റേഡിയേഷൻ്റെ ഫ്രീക്വൻസിനെയാണ്. ഇ ഡിപ്പെൻഡ്സ് ഓൺ ന്യൂ ആണ് ഫ്രീക്വൻസി. അപ്പോൾ എനർജി ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു വേവ് ഗ്രൂപ്പിലെ എത്ര വേവ്സ്, ആ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എത്ര വേവ്സ് ആ വേവ് ഗ്രൂപ്പിൽ വന്നു എന്നുള്ളത്, ആ നമ്പർ കിട്ടിയാലാണ് നമുക്ക് ആ ഒരു ന്യൂ എന്നുള്ള ക്വാണ്ടിറ്റി, ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്നുള്ളതിന് ഇങ്ങനെ പറയാം: ദ ഫ്രീക്വൻസി ഈക്വൽ ടു ദ നമ്പർ ഓഫ് വേവ്സ് എമിറ്റഡ് പെർ സെക്കൻഡ് ദർഫോർ ഡിപ്പെൻഡ്സ് ഓൺ 1/Δt. അതായത് ന്യൂ എന്നുള്ള ക്വാണ്ടിറ്റി 1/Δtനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന്. അതായത് നമുക്ക് ഈ ഫ്രീക്വൻസി മ്യൂ എന്നുള്ളത് 1/Δtനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റിയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി മെഷർമെൻറ്റിലുള്ള അൺസർട്ടനിറ്റീനെ എങ്ങനെ പറയാൻ പറ്റും? ഡെൽറ്റ മ്യൂ ഗ്രേറ്റർ 1/Δt എന്ന് പറയാം. ഡെൽറ്റ മ്യൂ ഗ്രേറ്റർ ദാൻ 1/Δt എന്ന് പറയാം. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അൺസർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളത് ഡെൽറ്റ മ്യൂ ആണ്. അത് 1/Δtനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരും എന്നുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം E ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. E ഈക്വൽ ടു എച്ച് ന്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ന്യൂവിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ? 1/Δt എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ഡെൽറ്റ മ്യൂ, അതായത് അതായത് ഈടെ നമ്മൾ എടുക്കുവാണ്. എന്ന് വെച്ചാൽ ഈ എന്നുള്ള എനർജി മെഷർ ചെയ്യാനുള്ള അൺസർട്ടനിറ്റിനെ നമ്മൾ ഡെൽറ്റ ഇ എന്ന് എടുക്കുവാണെങ്കിൽ ഈ ഒരു എന്താണ് അതിൻ്റെ ഈക്വൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എച്ച് ഡെൽറ്റ മ്യൂ ആണെന്ന് പറയാൻ പറ്റും. എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എച്ചിനെ പുറത്തേക്ക് എടുക്കാം, അതിനെ അങ്ങനെ മെഷർ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല, ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതിന് അൺസർട്ടനിറ്റിയുടെ ഇതൊന്നും വേണ്ട. അപ്പം ന്യൂ എന്നുള്ള, അതായത് ഫ്രീക്വൻസിയിൽ വരുന്ന അൺസർട്ടനിറ്റി ആണ് എനർജിയിൽ വരുന്ന അൺസർട്ടനിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ഡെൽറ്റ ന്യൂ എന്ന് എഴുതാം. ഈ ഡെൽറ്റ ന്യൂ നമുക്ക് പറയാം എന്താ? ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച്. ഡെൽറ്റ ന്യൂ എന്താണെന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഗ്രേറ്റർ അല്ല, അത് ഈക്വൽ അല്ല എഴുതേണ്ടത്, ഗ്രേറ്റർ. ഡെൽറ്റ ഇ ഗ്രേറ്റർ എച്ച് 1/Δt എന്ന് വരും അല്ലേ? അതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ഈ ഒരു ഡെൽറ്റ ന്യൂ എന്നുള്ള സംഭവം, ഡെൽറ്റ ന്യൂ എന്നുള്ളത് നമുക്കറിയാം എന്തായിരുന്നു? ഗ്രേറ്റർ 1/Δt ആയിരുന്നു. സോ നമുക്ക് ഡെൽറ്റ ഇ എന്നുള്ളതും 1/Δtക്ക് ഗ്രേറ്റർ ആണെന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? ഡെൽറ്റ ഇ ഗ്രേറ്റർ എച്ച് ഇൻറ്റു 1/Δt. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? h/Δt എന്ന് എഴുതാം അല്ലേ? h ഇൻറ്റു 1/Δt എന്താ? h/Δt തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ ഇ ഗ്രേറ്റർ h/Δt എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ ഗ്രേറ്റർ ദാൻ h/Δt എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? എനർജിയിലും ടൈമിലും വരുന്ന അൺസർട്ടനിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എനർജിയുടെയും
എനർജിയിലും ടൈമിലും വരുന്ന അൺസർട്ടനിറ്റിയുടെ പ്രിൻസിപ്പിളിൽ ആ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ നമുക്ക് കിട്ടി നിൽക്കുന്ന ഇക്വേഷനിൽ നമ്മൾ ഡെൽറ്റ ടി, അതായത് LHS സൈഡിലും RHS സൈഡിലും ഡെൽറ്റ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക? ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ h ബൈ ഓക്കെ, ഒരു മിനിറ്റ് ഒന്നുകൂടെ. ഓക്കെ, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ബൈ h ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ എന്തുണ്ടായി? ഈ ഡെൽറ്റ ടിയും അങ്ങ് ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ h എന്ന് കിട്ടി. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. ഇത് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ള കാൽക്കുലേഷനിൽ ഈ അൺസർട്ടനിറ്റി ഇൻ എനർജി ആൻഡ് ടൈം എന്നുള്ളത് എങ്ങനെ കിട്ടിയെന്നറിയോ? ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു h ബൈ 4π എന്നുള്ളതിന് നമുക്ക് h ക്രോസ് ബൈ 2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ h ക്രോസ് ബൈ 2 എന്ന് എഴുതാം. അതായത് h ബൈ 4π എന്നുള്ളതിന് h ക്രോസ് ബൈ 2 എന്നായിട്ട് എഴുതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ക്രോസ് ബൈ 2. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π. അതല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ക്രോസ് ബൈ 2 എന്ന് പറയാം. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇൻ എനർജി ആൻഡ് ടൈം എന്നതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ടെക്സ്റ്റിൽ അത് ഡെൽറ്റ ഇ, ഈ ഒരു ഇതുണ്ടല്ലോ, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ക്രോസ് ബൈ 2 എന്നുള്ളതിന് ഗ്രേറ്റർ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെയാണ്. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ചെയ്ത് കഴിഞ്ഞാൽ h ക്രോസ് ബൈ 2-നേക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ വരും എന്നുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഉള്ളത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഈക്വൽ സൈൻ അതിൽ മിസ്സിംഗ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ.